ഹലോ എവരി വൺ. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ കമൻറ്റ് നിരന്തരം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. HSA ഇംഗ്ലീഷിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജുകൾ 3 ജില്ലകളിൽ വന്നിട്ടുണ്ട്. വയനാട് ഈ അടുത്ത ദിവസം, ആ, നമ്മുടെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് നിങ്ങൾ നിരന്തരം കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അസംഷൻ പറയാനേ സാധിക്കുകയുള്ളൂ, അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയുന്നതിനോട് അടുത്ത് കട്ട് ഓഫ് വരാം, ചിലപ്പോൾ അതിന് വിരുദ്ധമായിട്ടും വരാം. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് എത്രയാണ് എന്ന് ആശങ്കപ്പെട്ടിട്ട് മെസ്സേജ് അയക്കുന്നത് കൊണ്ട് അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ പറയുന്നത് പല ജില്ലകളിലും ഉദ്യോഗാർത്ഥികൾ അവരുടെ മാർക്ക് ഇത്രയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മിക്കവാറും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫിലേക്കൊന്നും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കില്ല. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിലവിലൊരു 55+ ലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് പല ജില്ലകളിലും വരാൻ സാധ്യതയുള്ളത് എന്നേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്ന ആളുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾ മാത്രമുള്ള ജില്ലയാണെങ്കിൽ ആ ജില്ലയിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. 2 രീതിയിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നു എന്ന് കരുതി ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അത് നമുക്ക് നമുക്ക് വന്നിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജിൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ളൊരു ഉറപ്പല്ല എന്ന് പറയുന്നുണ്ട്. സോ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ആശങ്കകൾ മാറ്റിവെച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് ശ്രമങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുക. ശ്രമിച്ചാൽ വിജയത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുക. ഏവർക്കും എല്ലാവിധ വിജയാശംസകളും. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.